ഹായ് ഫ്രണ്ട്സ്, ഇതുപോലുള്ള വേസ്റ്റായിട്ടുള്ള കന്നാസുകളും അതുപോലെ പാട്ടകളും നമ്മളെ ചുറ്റുവട്ടത്തായിട്ട് ഒരുപാട് കാണാറുണ്ടല്ലേ. അതൊക്കെ നമുക്ക് റീയൂസ് ചെയ്യാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ, അതുപോലെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇനി നമുക്ക് ഈ കന്നാസ് എങ്ങനെ റീയൂസ് ചെയ്യാം എന്ന് നോക്കാം. എനിക്ക് കിട്ടിയത് ഈ ടൈല് പണിക്കൊക്കെ ഉപയോഗിക്കുന്ന ഫ്ലെക്സ് കേക്കിൻ്റെ കന്നാസുകളാണ്. അത് ഇതുപോലെ മൂടി ഭാഗത്ത് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. മൂന്നിൻ്റെയും ഒരുപോലെ കട്ട് ചെയ്തെടുത്തു. ഈ കന്നാസുകൾ കട്ട് ചെയ്യുമ്പോഴൊക്കെ എൻ്റെ കുട്ടികളും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അവരും വീഡിയോ എടുത്ത് സപ്പോർട്ട് ചെയ്ത് തന്നു. അങ്ങനെ ഞാനിതാ ഈ കന്നാസിൻ്റെ മൂടി വശവും ഞാൻ മുറിച്ച് കളഞ്ഞിട്ടോ. മൂന്നാമത്തെ കന്നാസിൻ്റെയും മൂടി ഭാഗം ഞാൻ മുറിക്കുകയാണ്. ഇത് സാധാരണ കത്തി വെച്ചിട്ട് തന്നെ നമുക്ക് മുറിക്കാവുന്നേ ഉള്ളൂ. അത്ര കട്ടിയെന്ന് ഈ കന്നാസിനുള്ളൂ. പക്ഷേ വലിയ കന്നാസുകളൊക്കെ ആണെങ്കിൽ നമ്മൾ ഒന്ന് കത്തി ചൂടാക്കി മുറിക്കുന്നതായിരിക്കും നല്ലത്, എന്നെങ്കിലേ പെട്ടെന്നാവും. ഇതുപോലെ ഞാൻ സാധാരണ കത്തിയെടുത്ത് പെട്ടെന്ന് തന്നെ മുറിച്ചെടുത്തു. അതുപോലെയാണ് ഫൈനൽ ലുക്ക് കിട്ടിയത് കേട്ടോ. കാണാൻ തന്നെ നല്ല രസമുണ്ട്. അടിപൊളി പോട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഇനി അതിൻ്റെ അടിവശം കൂടെ നമുക്ക് ഓരോ ഹോളിട്ട് കൊടുക്കണം. അത് ഇതുപോലെ കത്തി ചൂടാക്കി ഹോളിട്ട് കൊടുത്താൽ മതി അതിൻ്റെ അടിവശം. എന്നിട്ട് ഈ പാട്ടകളെല്ലാം ഞാൻ നന്നായിട്ട് കഴുകിയെടുത്തു. എന്നിട്ട് ഓരോ റോസ് കൊമ്പ് വീതം വെക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അങ്ങനെ എൻ്റെ കുട്ടികളും കൂടെ ചേർന്ന് ഇതിൽ റോസ് കൊമ്പ് വെക്കാനുള്ള ശ്രമത്തിലാണ്. അവരിതാ ആ മൂടി കൊണ്ട് തന്നെ ആ മണ്ണൊക്കെ അതിലേക്ക് നിറയ്ക്കാൻ തുടങ്ങി. എൻ്റെ പോട്ടിൽ എന്തായാലും ഞാൻ തന്നെ മണ്ണ് നിറച്ച് അവിടെ വെച്ചിട്ടുണ്ട്. അവരെ പോട്ടിൽ അവർ മണ്ണ് നിറയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ റോസ് കമ്പുകൾ 3 ശേഖരിച്ചെടുത്തിട്ടുണ്ട്. ഒന്ന് അവനും കൊടുത്തു, ഒന്ന് അവൾക്കും കൊടുത്തു, ഒന്ന് ഞാനും വെച്ചു. അങ്ങനെ 3 റോസ് കമ്പും വെച്ചു. അങ്ങനെ കാണാൻ അടിപൊളിയാണ്. നിങ്ങളും ഇതുപോലെ കന്നാസുകളോ പാട്ടകളോ ചുറ്റുവശത്തും ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ കുട്ടികൾക്കും ഇതുപോലെ പറഞ്ഞു കൊടുക്കാം. നമ്മൾ എന്തൊരു സാധനം കിട്ടുമ്പോഴോ റീയൂസ് ചെയ്യാനുള്ള ഐഡിയ അവർക്കും കൂടെ കിട്ടും. ഈ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.